ന്യൂസിലേക്ക് സ്വാഗതം. ദിവസേന ഓരോ പ്രഖ്യാപനങ്ങളുമായാണ് ട്രംപ് രംഗത്ത് വരാറുള്ളത്. എല്ലാത്തിലും അമേരിക്ക ആദ്യമെന്നുള്ള ട്രംപിന്റെ നയങ്ങൾക്ക് വലിയ തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പല വീരവാദങ്ങളും നയങ്ങളും കൊണ്ടുവന്നപ്പോൾ എല്ലാവരും തന്നെ ഭയന്നോടുമെന്ന് തെറ്റിദ്ധരിച്ച ട്രംപിന്റെ കാലിടറുകയാണിപ്പോൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര, സാമ്പത്തിക, രാഷ്ട്രീയ നിലപാടുകൾ ഇനി ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾക്കാണ് വഴി തുറക്കുന്നത്. ചൈനയും ജർമ്മനിയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ട്രംപിന്റെ കഠിന നയങ്ങളോട് തുറന്ന പ്രതിരോധം ആരംഭിച്ചിരിക്കുകയാണ്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം പുതിയ തലത്തിലേക്കാണ് കടന്നു പോകുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന തീരുവ 125% ഉയർത്താൻ ചൈന ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. ട്രംപിന്റെ കഠിനമായ വ്യാപാര നയങ്ങൾക്ക് മറുപടിയായാണ് ചൈനയുടെ ഈ നീക്കം. ആഗോള വ്യാപാര സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും നേരെയുള്ള വെല്ലുവിളിയാവുകയാണ് ട്രംപിന്റെ നയങ്ങൾ. അമേരിക്കയുടെ തന്നെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ടുള്ള ഈ തീരുമാനം ട്രംപിന്റെ വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുകൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക താല്പര്യങ്ങൾ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ്. ട്രംപിന്റെ വ്യാപാര നയങ്ങൾ കാരണം തന്നെ മറ്റ് പ്രധാന പങ്കാളികളായ യൂറോപ്യൻ യൂണിയൻ, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളും ഇറക്കുമതി നികുതികൾ ഉയർത്തുന്നതിലേക്ക് നീങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥ അനിശ്ചിതത്വങ്ങൾക്കും ഇത് വഴിയൊരുക്കിയിട്ടുണ്ട്. ജർമ്മനി ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണ ശേഖരം തിരികെ കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യമായി ഇപ്പോൾ മുന്നോട്ട് വന്നത് ട്രംപിന്റെ നയങ്ങളോടുള്ള അനിശ്ചിതത്വം വിളിച്ചോറുന്നത് തന്നെയാണ്. ഏകദേശം 113 ബില്യൺ യൂറോ വിലമതിക്കുന്ന സ്വർണം പിൻവലിക്കുന്നതിന്റെ ചർച്ചകൾ ഇപ്പോൾ ജർമ്മൻ രാഷ്ട്രീയത്തിലൂടെ വലിയ ചൂട് പിടിക്കുകയാണ്. ട്രംപ് ഭരണകൂടം ജർമ്മനിക്കെതിരെ നിരവധി പ്രസ്താവനകളും നടപടികളും എടുത്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് 20% ലെവി ചുമത്തിയതും ജർമ്മനിയുടെ വ്യാവസായിക നയം വിമർശിച്ചതും നാറ്റോ പങ്കാളിത്തം കുറവാണെന്ന ആരോപണങ്ങളും ട്രംപ് ജർമ്മനിക്കെതിരെ ഉപയോഗിച്ച പ്രധാന ആയുധങ്ങളായിരുന്നു. ട്രംപിന്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് യൂറോപ്യൻ നേതാക്കൾ ഇനി കൂടുതൽ സ്വതന്ത്രതയോടെയും ഭദ്രതയോടെയും സ്വന്തമായ നിലപാടുകൾ സ്വീകരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ തുറന്നു കാണിക്കുന്നത്. സ്വർണത്തെ പറ്റിയുള്ള ആശങ്കയും വ്യാപാര യുദ്ധത്തിന്റെ വ്യാപ്തിയും ഏകദേശം ഒരേ സമയത്ത് ചർച്ചയാകുന്നത് ട്രംപിന്റെ ഭരണ നയങ്ങൾ എങ്ങനെ ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യങ്ങൾ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ വീണ്ടും ദേശീയതയിലേക്ക് മടങ്ങുകയാണ്. ട്രംപ് സൃഷ്ടിച്ചിരിക്കുന്ന അനിശ്ചിതത്വങ്ങൾ അന്താരാഷ്ട്ര പങ്കാളിത്തത്തിന്റെയും സാമ്പത്തിക സഹകരണത്തിന്റെയും അടിത്തറ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ രാജ്യങ്ങൾ ട്രംപിന് വെല്ലുവിളിയുമായി വരാനിരിക്കുന്നതേ ഉള്ളൂ. അവരൊക്കെ ഏതൊക്കെ നീക്കങ്ങളുമായാണ് വരാനിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.